നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൽ ലിയോ മെസ്സിയുടെ കിടിലൻ 2 അസിസ്റ്റുകളുടെ ബലത്തിൽ ഇന്റർ മയാമി മെക്സിക്കൻ ക്ലബായ അറ്റ്ലസിനെ പരാജയപ്പെടുത്തി. പക്ഷേ ആ കളിയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, മെസ്സിയുമായിട്ട് ഉടക്കാൻ അറ്റ്ലസ് താരങ്ങൾ വരുന്നു. അതിലൊരു താരം മെസ്സിയുമായിട്ട് ശരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ എത്തുമ്പോൾ മെസ്സിയുടെ ബോഡി ഗാർഡ് ഇടപെട്ട് അയാളെ തള്ളി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ അതിനു മുമ്പും കുറേ സംഭവങ്ങൾ ഉണ്ടായി. മുഖത്ത് തോണ്ടലും മുഖത്ത് പോയി അങ്ങനെ ആക്രോശിക്കലും എല്ലാം സംഭവിച്ചു. മെസ്സിയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായി. എതിരാളികളും അതുപോലെ തന്നെ നിന്നു. അങ്ങനെ മൊത്തം ഒരു കലിപ്പായിരുന്നു. 2-1 വിജയം. എന്തായാലും വിശദമായിട്ട് നമ്മൾ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, സെർജിയോ ഹെർണാണ്ടസ് 21കാരനായിട്ടുള്ള അറ്റ്ലസിൻ്റെ കളിക്കാരനാണ്. യുവതാരമാണ്. യൂത്ത് അക്കാഡമിയിൽ നിന്ന് വരുന്ന താരമാണ്. 199 അദ്ദേഹം ധരിച്ചിരുന്ന ജേഴ്സി. അപ്പോൾ ആ താരം ലിയോ മെസ്സിയെ ഒരർത്ഥത്തിൽ അവനെ കൊണ്ടാവുന്ന വിധം തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല പ്രകടനമാണ് യുവതാരം നടത്തിയത്, ഒരു സംശയവും വേണ്ട. പക്ഷേ മെസ്സിയുണ്ട്, ഒരു യുവതാരമൊക്കെ തടഞ്ഞാൽ നിൽക്കുന്നു. 2 കിടിലൻ അസിസ്റ്റുകൾ മെസ്സി കൊടുത്തു, തൻ്റെ ടീമിനെ വിജയിപ്പിച്ചു. അത് കളി. അപ്പോൾ അതിനിടക്കാണ് ഓഫ് ദി ബോളിൽ ഒരു ഹിറ്റ് ഉണ്ടാകുന്നത്. അതിൽ മെസ്സി ഒട്ടും സംതൃപ്തനായിരുന്നില്ല. മെസ്സി കലിപ്പിലായി. മെസ്സി തിരിഞ്ഞു നിന്ന് ആ പ്ലെയറുമായിട്ട് ഫേസ് ടു ഫേസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ മെസ്സി അയാളുടെ മൂത്ത് തോണ്ടുന്നു. അങ്ങനെ ആ പ്രശ്നം അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെയും പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരുന്നു, സ്പൈസി ആവുന്നു. അവസാനം മെസ്സിയുടെ മാജിക്കൽ അസിസ്റ്റ് വരുന്നു. അതിൽ നിന്ന് ഇന്റർ മയാമി വിജയം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ വാറൊക്കെ നോക്കി ഗോൾ അലൗ ചെയ്യുന്ന ഘട്ടത്തിൽ മെസ്സിയും സുവാരസും ഡീബോളും അവിടെ നിൽക്കുന്നു. അവിടെ മാറ്റിയസ് കൊക്കാഡോ ഉണ്ട്. അദ്ദേഹം നേരത്തെ അർജന്റീനയിലൊക്കെ ക്ലബ് ഫുട്ബോളൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. ഏതായാലും ഉറുഗ്വായ് താരത്തിൻ്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് മെസ്സി അയാളുടെ മുഖത്തിനടുത്തേക്ക് പോയിക്കൊണ്ട് അലറി വിളിക്കുകയാണ്. ആ ഗോൾ സെലിബ്രേഷൻ മുഖത്ത് പോയി. അതും പിന്നെ വളരെ സ്പൈസി ആയിട്ട് മാറുകയാണ്. എന്തായാലും കളിക്ക് അവസാനം മെസ്സിയെ കാണണം, മെസ്സിയോട് ചോദിക്കണം എന്ന തരത്തിൽ അറ്റ്ലസിൻ്റെ ഒരു താരം വരുന്നു. അങ്ങനെ ആ ഒരു ക്യായോസാണ് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ താരങ്ങൾ കൂടി നിന്നുകൊണ്ട് കളി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് മെസ്സിയുമായിട്ട് ശരിക്കും മൂട്ടാൻ തന്നെ ഒരു അറ്റ്ലസ് താരം വരുന്നത്. അപ്പോഴാണ് മെസ്സിയുടെ ബോഡി ഗാർഡ് യാസിൻ ചേക്കോ അതിലിടപെട്ടുകൊണ്ട് അയാളെ പിടിച്ച് തള്ളി മാറ്റുന്നത്. ഏതായാലും വളരെ സ്പൈസി ആയിട്ടാണ് കാര്യങ്ങൾ അവസാനിച്ചെങ്കിലും ഒടുവിൽ കൈ കൊടുത്ത് പിരിയുന്ന ലിയോ മെസ്സിയെ നമ്മൾ കണ്ടു. സോ കലിപ്പൻ മെസ്സി ഈ ഇടയായിട്ട് പല കളികളിലും നമ്മൾ മെസ്സിയുടെ ഈ വേർഷനാണ് കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.